പണ്ട് മാധ്യമം ഗൾഫിൽ നിരോധിക്കാൻ നമ്മുടെ കെ.ടി. ജലീൽ സാറ് കത്തെഴുതിയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതെല്ലാം കാണാൻ കുഞ്ഞാപ്പ ജീവിച്ചിരിക്കുന്നല്ലോ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. കാരണം മാധ്യമം ജമാഅത്ത് ഇസ്ലാമിയുമായിരുന്നു കുഞ്ഞാപ്പയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി തിളക്കമുള്ളൊരു ജലീലിനെ വാർത്തെടുത്തത്. അതേ ജലീൽ തന്നെ നിരോധിക്കാൻ കത്തെഴുതിയത് കണ്ടപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം പോലെ തോന്നി. ഭാവിയെ പ്രവചിക്കാൻ ഞാനൊരു പ്രവാചകനല്ലെങ്കിലും ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇനിയും എന്തെല്ലാം കുഞ്ഞാപ്പ കാണാനിരിക്കുന്നുവെന്ന്. ഇന്ന് കാരാട്ട് റസാക്ക് പാണക്കാട് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതിൻ്റെ എല്ലാം പിന്നിൽ താങ്കളാണോ എന്ന് ചോദിച്ചപ്പം ഞാനൊന്നും അറിഞ്ഞതല്ല എന്ന് അങ്ങ് മറുപടി പറയുകയും എന്നെ തങ്ങൾ വിളിച്ചതുകൊണ്ട് വന്നതാണെന്ന് പറയുകയും ചെയ്തുവെങ്കിലും അത് കാണാൻ കാലം അങ്ങയെ കരുതി വെച്ചതും പടച്ചവൻ അവസരം തന്നതും ഒരു നിയോഗമാണ്. ഒപ്പം സാദുക്കലി തങ്ങൾ വന്നപ്പോൾ മിണ്ടുന്ന തങ്ങളാണെന്നും ആളുകളോട് ഇടപഴകുന്നുവെന്നും എല്ലാവരോടും ചിരിക്കുന്നുവെന്നും വർത്തമാനം പറയുന്നുവെന്നും ഫുട്ബോൾ തട്ടിയിട്ടുണ്ടെന്നും പാട്ട് പാടാറുണ്ടെന്നുമൊക്കെ പറഞ്ഞത് ഒരുപാട് ഈ ആത്മീയ നവോപരിതലത്തിൻ്റെ ആഴത്തിൽ മുങ്ങിത്തപ്പി മുത്തുകളും ചിപ്പികളും പറക്കിയെടുത്തവർക്ക് വലിയ ബുദ്ധിമുട്ടും കുഴപ്പവും ഉണ്ടാകുന്ന രീതിയിൽ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ ഇകഴ്ത്താനും അദ്ദേഹത്തിനെതിരെ പടയൊരുക്കം നടത്തിയവർക്കും എല്ലാം മനസ്സിലായി ആ പുഞ്ചിരി മാസ്മരികമായിരുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പാതയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന വഴികളിലെ കാത്തിരിക്കുന്ന ഉത്തരങ്ങൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, മലപ്പുറത്തെ ഇന്ന് കളത്തിലിറക്കിയ അല്ലെങ്കിൽ ഇക്കാലത്ത് കളത്തിലിറക്കിക്കൊണ്ടിരിക്കുന്ന ലീഗ് രാഷ്ട്രീയത്തിൻ്റെ വിസ്മയം ഭാവി കാലത്ത് ചിലതൊക്കെ പറയും. അതിന് സാക്ഷിയായി ഒരുപാട് ക്രൂശിക്കപ്പെട്ട പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യനും ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മലപ്പുറം മുഴുവൻ ചുവക്കുന്നു എന്ന് 2-3 പേർ അവിടെയും ഇവിടെയും പൊന്തി വന്നപ്പോൾ അത് വെച്ച് തകർത്തടിക്കാൻ ശ്രമിച്ചതാണ്. അതിൻ്റെ പേരിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് വരുത്തി തീർത്തു. ഇടം വലം വിടാതെ ആക്രമിച്ചു. ആ രാഷ്ട്രീയത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് അതിനുള്ളിലെ തന്നെ അധികാരമോഹികളായ ചില പണ്ഡിത വേഷധാരികളെയും ഉപയോഗിച്ചു, ചില പറയുന്നവരെയുമൊക്കെ ഉപയോഗിച്ചു. അതിലെ കുന്തമുനകളായിരുന്നു 4 പേർ. ഒന്ന് നിലമ്പൂരിൽ നിന്നിരുന്ന പി.വി. അൻവർ, തവന്നൂരിലെ കെ.ടി. ജലീൽ, പിന്നെ കൊടുവള്ളിയിലെ കാരാട്ട് റസാക്ക്, താനൂരിലെ അബ്ദുറഹ്മാൻ. എന്നാൽ ഇന്ന് ആ 4 പേരും എത്തി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതിൽ മത്സരിക്കുന്ന 3 പേരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. താനൂരിൽ നിന്ന് അബ്ദുറഹ്മാൻ നോമ്പ് കാലമായതുകൊണ്ട് പുറത്തിറങ്ങാതെ നിന്ന് പെരുന്നാൾ കഴിഞ്ഞ് പ്രചരണത്തിനിറങ്ങി. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴുമൊന്നും ഈ പറയുന്നത് പോലെ നോമ്പോ മറ്റൊന്നുമോ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. മെസ്സി വരുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടുപോകും. കെ.ടി. ജലീൽ സാറ് ഒരിക്കലും മത്സരിക്കുന്നില്ല, ഇനി ഇലക്ഷൻ രാഷ്ട്രീയത്തിന് ഇല്ലെന്ന് പ്രഖ്യാപിച്ച ആളാണ്. അദ്ദേഹവും ഇപ്പം തവന്നൂരിലുണ്ട്. അൻവർ മത്സരിക്കുന്നത് ഈ പറഞ്ഞ എല്ലാം കത്തിച്ചു വിട്ട് തകർത്തടിച്ച അതേ UDFിലെ പ്രബലമായ ലീഗിൻ്റെ തണലിൽ കൂടി തന്നെയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന കാരാട്ട് റസാക്ക്. മഞ്ചേരിയിലുണ്ട്. നടന്നങ്ങ് പാണക്കാട് മുറ്റത്തേക്കെത്തിയ റഹ്മത്തുള്ള, അദ്ദേഹം സ്ഥാനാർത്ഥിയായി. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് മലപ്പുറത്തെ എത്ര പറയിച്ചാലും ലീഗിന് എത്ര പറയിച്ചാലും ഈ പറയുന്നതൊക്കെയും കാണാൻ കാലത്തിന് സാക്ഷിയായി ഈ പറയുന്ന തങ്ങളും കുഞ്ഞാപ്പയും മുസ്ലിം ലീഗും ഒക്കെ അവിടെയുണ്ട്. ഒരു സ്കൂൾ തുറപ്പിനാണ് കുഞ്ഞാപ്പ ഭൂജാതനായത്. 1951 ജൂൺ 1-നാണെന്നാണ് എൻ്റെ ഓർമ്മ. ജൂൺ 1-നാണല്ലോ സാധാരണ പള്ളിക്കൂടം തുറക്കുന്നത്. സത്യത്തിൽ ജൂൺ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുക ഒരു കിങ്ങിണി മണിയടിക്കുന്നതാണ്. ഏതാണ്ട് ആ മണിയടിയോടെ അല്ലെങ്കിൽ അത്തരമൊരു ശബ്ദഘോഷത്തോടെ എത്തിയ കുഞ്ഞാപ്പ 8 തവണ MLAയും 1 തവണ MP-യും ഒക്കെയായി നിൽക്കുമ്പോഴും 1 തവണ പരാജയപ്പെട്ടപ്പോഴും ഒക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് ചോദ്യങ്ങളെ വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് പറയുന്ന ഒരു മറുപടിയിലൂടെ മറികടക്കാനും ഈ മുന്നണി സംവിധാനത്തെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ എല്ലാവരും കുഞ്ഞാപ്പയുടെ ആളാണ്, അവരും ഇവരുമായൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടും
അത്തരം ബന്ധങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു കൂട്ടം പുതുമുഖങ്ങളെ അണിനിരത്തി കുഞ്ഞാപ്പയും ചേർത്ത് നിർത്തിക്കൊണ്ട് തങ്ങളും ഇരുവരും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ വിസ്മയമുണ്ട്. ആ വിസ്മയത്തിൻ്റെ ഉത്തരം ഇനിയും അല്പം കൂടി കാത്തിരിക്കണം. ഇതോടൊപ്പം ഒരു ചെറിയ നുറുങ്ങുകൂടി പറയാം. തവന്നൂരിൽ മത്സരിക്കുന്ന നമ്മുടെ ജോയി DCC പ്രസിഡന്റ് പറഞ്ഞത് മലപ്പുറത്തെ വർഗീയമാക്കാനുള്ള ആരോപണത്തിന് പിന്നിൽ നൽകുന്ന ഉത്തരമായിരിക്കും തവന്നൂർ. മലപ്പുറം ജില്ലയിലെല്ലാം വർഗീയമാണെന്ന് പറഞ്ഞതിനുള്ള ഉത്തരമായിരിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ മുസ്ലിം സമൂഹം എടുക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അതെ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെപ്പോലെ ഞാനും കാത്തിരിക്കുന്നുണ്ട് കേരളത്തിലെ 2 മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ ചിത്രമറിയാൻ. അതൊന്ന് തവന്നൂരും മറ്റൊന്ന് കൊച്ചിയുമാണ്. റിസൾട്ട് വന്നു കഴിയുമ്പോൾ അറിയാം എവിടെയാണ് കേരള രാഷ്ട്രീയം ചുറ്റിത്തിരിയുന്നതെന്ന്. കാത്തിരിക്കേണ്ടി വരും എണ്ണുന്ന ദിവസം വരെ.